ഹായ് ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലിയിലെ യൂണിറ്റ് 1 വാക്ക് എന്ന പാഠഭാഗമാണ്. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കൊച്ചു ചോദ്യത്തോടെയാണ് ഈ ക്ലാസ് തുടങ്ങുന്നത്. നമ്മൾ വലിയ വലിയ കഥകൾ വായിക്കാറുണ്ട് അല്ലേ? ഒരുപാട് പേജുകളുള്ള കഥകൾ, വലിയ പുസ്തകങ്ങൾ. എന്നാൽ വെറും 4-5 വരികൾ മാത്രമുള്ള വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയൊരു ചിന്ത ഉണ്ടാക്കുന്ന കൊച്ചു കഥകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള കഥകളെയാണ് നമ്മൾ കുറുങ്കഥകൾ എന്ന് വിളിക്കുന്നത്. നമ്മുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 18 വരാം. അവിടെ കൊടുത്തിരിക്കുന്ന ഒരു കുറുങ്കഥ നോക്കൂ. മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരിയായ ഗ്രേസിയുടെ കുറുങ്കഥകളിൽ ഒന്നാണിത്. കഥയുടെ പേര് വാക്ക്. നമുക്ക് ആദ്യം ഈ കൊച്ചു കഥ ഒന്ന് വായിക്കാം. യന്ത്രമനുഷ്യൻ കൈനീട്ടി പൂവിൽ നിന്ന് ഒരു ചിത്രശലഭത്തെ നുള്ളിയെടുത്തു. കരകര ശബ്ദത്തിൽ അവൻ ചോദിച്ചു, "നീ ആര്?" ചിറകടിച്ച് ശലഭം വിക്കി. ഞാൻ നിർദ്ദയമായി അവൻ പറഞ്ഞു. "ഞാൻ നിന്നെ വിശദമായി ഒന്ന് പഠിക്കട്ടെ." അവയവങ്ങൾ ഓരോന്നായി മുറിച്ചെടുത്ത് അവൻ മുരണ്ടു. ചായം കോരിയൊഴിച്ച ചിറകുകൾ, വല്ലാത്ത മൃദുവായ ഒരുടൽ, വെറുതെ തിളങ്ങുന്ന 2 കണ്ണുകൾ, തേനൊട്ടുന്ന കുഴൽച്ചുണ്ട്, പൊടി പുരണ്ട കാലുകൾ. ചേ, എന്തൊരു വൃത്തികെട്ട ജീവി! ഞങ്ങളുടെ ലോകത്തിൽ നിനക്ക് എന്ത് കാര്യം? കണ്ട കൂട്ടുകാരെ, എത്ര പെട്ടെന്നാണ് കഥ തീർന്നതല്ലേ? വെറും 10-12 വരികൾ. പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ കഥയിൽ 2 പേരാണ് ഉള്ളത് അല്ലേ? ഒരു യന്ത്രമനുഷ്യനും ഒരു പാവം ചിത്രശലഭവും. വികാരങ്ങളില്ലാത്ത ആ യന്ത്രമനുഷ്യൻ പൂവിലിരുന്ന ആ ചിത്രശലഭത്തെ ദയയില്ലാതെ പിടിച്ചെടുക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നേ? എന്നിട്ട് വളരെ കഠിനമായ ശബ്ദത്തിൽ "നീ ആര്?" എന്ന് ചോദിക്കുന്നു. പേടിച്ച് വിറച്ച ചിത്രശലഭത്തിന് ഒന്നും പറയാൻ കഴിയുന്നില്ല. അവൻ ആ ശലഭത്തെ പഠിക്കാൻ വേണ്ടി അതിൻ്റെ ഭംഗിയുള്ള ചിറകുകളും മൃദുവായ ശരീരവും കണ്ണുകളുമെല്ലാം ഓരോന്നായി മുറിച്ചെടുക്കുന്നു. ഒരു ചിത്രശലഭത്തിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ സ്നേഹമുള്ളൊരു മനസ്സ് വേണം അല്ലേ? എന്നാൽ യന്ത്രത്തിന് അതുണ്ടോ? സ്നേഹമുള്ളൊരു മനസ്സുണ്ടോ? ഇല്ല. അതുകൊണ്ട് ശരീരഭാഗങ്ങൾ മുറിച്ചിട്ടിട്ട് അവൻ പറയുകയാണ്, ചേ, എന്തൊരു വൃത്തികെട്ട ജീവി! ഞങ്ങളുടെ ലോകത്തിൽ നിനക്ക് എന്ത് കാര്യം എന്ന്. അപ്പോൾ കൂട്ടുകാരെ, ഈ കഥയിലൂടെ എഴുത്തുകാരി ഗ്രേസി നമ്മോട് എന്താണ് പറയുന്നത്? തുടക്കത്തിലേ ഞാൻ പറഞ്ഞു, കുറുങ്കഥ എന്നാൽ കുറച്ച് വരികളാണെങ്കിലും വലിയ ആശയം തരുന്ന ഒരു കഥാരൂപമാണ് എന്നുള്ളത്. അപ്പോൾ ഈ കഥയിലൂടെ, വാക്ക് എന്ന കഥയിലൂടെ ഗ്രേസി നമ്മോട് പറയുന്നത് ഇന്നത്തെ ലോകത്ത് മനുഷ്യർ യന്ത്രങ്ങളെപ്പോലെ ആയിക്കൊണ്ടിരിക്കുകയാണെന്നാ. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വളരുന്നത് നല്ലതൊക്കെയാണ്. പക്ഷേ നമ്മുടെ ഉള്ളിലെ ദയയും സ്നേഹവും പ്രകൃതിയോടുള്ള ആദരവും നഷ്ടപ്പെടരുത്. പ്രകൃതിയിലെ എല്ലാ ചെറിയ ജീവികൾക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട് അല്ലേ? അത് മനസ്സിലാക്കാൻ യന്ത്രങ്ങളെപ്പോലെയുള്ള ചിന്താഗതി മാറ്റിവെച്ച് മനുഷ്യത്വമുള്ളവരായി ജീവിക്കാൻ നമ്മൾ ശീലിക്കണം. ഇതാണ് ഈ ഒരു കഥയിലൂടെ ഗ്രേസി നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, കുറുങ്കഥ എന്താണെന്നും ഗ്രേസിയുടെ വാക്ക് എന്ന കഥയുടെ അർത്ഥവും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ പേജിൻ്റെ താഴെ ഒരു ആനിമേഷൻ ചിത്രം നിർമ്മിക്കാൻ പറയുന്നുണ്ട്. കൂട്ടുകാരെല്ലാം ഈ കഥ മനസ്സിൽ വിചാരിച്ച് ലളിതമായ ചിത്രങ്ങൾ വരച്ചോ ഡിജിറ്റലായ ഒരു ചെറിയ ആനിമേഷൻ ചെയ്യാൻ ശ്രമിക്കുമല്ലോ അല്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പുതിയ പാഠവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.